Hi, ഇന്ന് നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂൾ ആൻഡ് മാജിക് വാൻഡ് ടൂൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇതിനു മുമ്പ് പഠിച്ച ടൂളുകളെല്ലാം തന്നെ നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ടൂളാണ്. ഇതും മാനുവൽ ആയിട്ട് തന്നെയാണ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കളർ ബേസ് ചെയ്ത് സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാജിക് വാൻഡ് ടൂൾ ആൻഡ് ക്വിക്ക് സെലക്ഷൻ ടൂൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലാസോ ടൂളിന് തൊട്ട് താഴെയായിട്ടാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ ആൻഡ് മാജിക് വാൻഡ് ടൂൾ കിടക്കുന്നത്. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും ഷോർട്ട് കട്ട് എന്താണ്? W ആണ് രണ്ടിന്റെയും ഷോർട്ട് കട്ട് കിടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന ടൂൾ ആണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ക്വിക്ക് സെലക്ഷൻ ടൂളിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇത് നോക്കാം. ക്വിക്ക് സെലക്ഷൻ ടൂൾ ഇതാണ് നമ്മുടെ ക്വിക്ക് സെലക്ഷൻ ടൂളിന്റെ ഐക്കൺ വരുന്നത് അല്ലേ. അതൊരു ബ്രഷ് ടൂളാണ്, ഒരു ബ്രഷ് ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. സിമിലർലി കളേർഡ് പിക്സലുകളിലുള്ള ഏരിയ ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ബ്രഷ് ടൂൾ പോലെ യൂസ് ചെയ്യുക എന്ന് പറയാൻ കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് കണ്ടോ, ഇതൊരു ബ്രഷ് ഷേപ്പ് ആണ് അല്ലെ. ഈ ബ്രഷ് ഷേപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കളർ ഉള്ള ഏരിയ ആണോ സെലക്ട് ചെയ്യുന്നത്, ആ കളർ പിക്സലുകളുള്ള ഏരിയക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി വരുന്നുണ്ടോ? ഞാനിവിടെ ആ ഒരു ബ്രഷ് ടൂൾ വെച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ സിമിലർലി കളേർഡ് ഏരിയകൾ ഓൾറെഡി എന്താവുന്നുണ്ട്? ഇവിടെ സെലക്ട് ആയി വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ക്വിക്ക് സെലക്ഷൻ ടൂൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ W പ്രസ് ചെയ്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ടൂൾ ബോക്സിൽ വരിക, ഇവിടെ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. ദെൻ ബ്രഷ് ടൂൾ ആകുമ്പോൾ നമുക്ക് അതിന്റെ ബ്രഷിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ആവശ്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ ഈ ബ്രഷിന്റെ സൈസ്, അതായത് ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏരിയ വളരെ വലിയൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രഷിന്റെ സൈസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ബ്രഷിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡിൽ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ബ്രഷിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബ്രഷിന്റെ സൈസ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇമേജ് എടുത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഇമേജിൽ കുറച്ച് വൈഡ് ഏരിയ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വൈഡ് ഏരിയ ഒക്കെ ഒറ്റയടിക്ക് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ബ്രഷിന്റെ സൈസ് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? കൂട്ടിയിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ഒരു ഏരിയ, ഇപ്പൊ ഈ ഇമേജിൽ തന്നെ നോക്കിയേ, ഈ ഇമേജിൽ തന്നെ എനിക്ക് ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു യെല്ലോ കളർ വന്നേക്കുന്ന ഈ ഒരു ഏരിയ എനിക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഈ ബ്രഷിന്റെ സൈസ് എന്ത് ചെയ്യണം? ഞാനിവിടെ ബ്രഷിന്റെ സൈസ് കുറയ്ക്കും. ഓക്കെ, ബ്രഷിന്റെ സൈസ് കുറച്ചിട്ട് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഒരു ഏരിയ ഒറ്റയടിക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ഏരിയ ആണ്, ആ ഏരിയ നമുക്ക് ഒറ്റയടിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ബ്രഷിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടിയിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് എന്ത്? ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ബ്രഷ് ടൂൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ആ ബ്രഷിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമാണ് നമ്മൾ ഈ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കിവിടെ 3 സെറ്റിംഗ്സ് ആണ് കിടക്കുന്നത്. ഓക്കെ, ഒന്ന് ന്യൂ സെലക്ഷൻ ഉണ്ട്. ഈ ന്യൂ സെലക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. ന്യൂ സെലക്ഷൻ ആണ് കിടക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു സെലക്ഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ക്രിയേറ്റ് ചെയ്ത സെലക്ഷൻ അവിടുന്ന് റിമൂവ് ആയി പോകും. ഓക്കെ, നോക്കിക്കോ, ഞാൻ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു. ഞാൻ വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത സെലക്ഷൻ അവിടുന്ന് റിമൂവ് ആയി പോയി. അതാണ് എന്ത്? ന്യൂ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ആ സെലക്ഷൻ പുതിയൊരു സെലക്ഷൻ ആയിട്ടായിരിക്കും ആഡ് ആകുന്നത്. വിച്ച് മീൻസ് നമ്മൾ തൊട്ട് മുമ്പ് സെലക്ട് ചെയ്ത സെലക്ഷൻ അവിടുന്ന് റിമൂവ് ആയി പോകും. അതാണ് ഈ ഒരു ന്യൂ സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആഡ് ടു സെലക്ഷൻ. അതായിരുന്നു ആക്റ്റീവായി കിടന്നത്. മീൻസ് നമ്മളൊരു ഏരിയ സെലക്ട് ചെയ്തു, ദെൻ അതിനകത്തേക്ക് ആ ഒരു സെലക്ഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സെലക്ഷൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുവാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെലക്ഷൻസ് പുതുതായിട്ട് ആഡായി പോകുവാണ് ചെയ്യുന്നത്. അതാണെന്ത്? ആഡ് ടു സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഡിഫോൾട്ട് ആയിട്ടും ആക്റ്റീവ് ആയിരിക്കും. ദെൻ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ കാര്യമാണ് എന്ത്? റിമൂവ് ഫ്രം സെലക്ഷൻ. റിമൂവ് ഫ്രം സെലക്ഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്ന് പറയും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഞാനിപ്പം ആദ്യമേ സെലക്ട് ചെയ്തപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ ഞാൻ ഈ ഒരു ഏരിയ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്തുണ്ട് ഈ ഒരു ഏരിയ കയറി സെലക്ഷൻ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു യെല്ലോ കളയുടെ ഏരിയ മാത്രം സെലക്ട് ചെയ്താൽ മതി അല്ലേ. പക്ഷെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സെലക്ഷനകത്തേക്ക് എന്ത് സംഭവിച്ചു? ആ ഒരു ഗ്രീൻ കളറും കൂടെ കയറി വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളേർഡ് ഏരിയ നമുക്ക് ഈ സെലക്ഷൻ ആവശ്യമില്ലാത്ത ഒരു ഏരിയ ആണ്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു സെലക്ഷനിൽ നിന്ന് ഞാൻ ആ ഏരിയ റിമൂവ് ചെയ്ത് കളയാൻ പോവാണ്. അതായത് ഈ കാണുന്ന യെല്ലോ സെലക്ഷൻ പോകാതെ തന്നെ വേണം എനിക്ക് ഈ ഗ്രീൻ കളറിലുള്ള സെലക്ഷൻ കളയാൻ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇവിടെ സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ, ഇവിടെ നോക്കുക, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതുണ്ടോ, ഓക്കെ. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്നുണ്ടോ, ആ ഒരു ഗ്രീൻ കളേർഡ് ഏരിയ അവിടുന്ന് റിമൂവ് ആയി. എന്നാൽ പോലും നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത സെലക്ഷൻ നമുക്ക് അവിടെ തന്നെ ഉണ്ട് താനും. ഓക്കെ, സോ അതാണെന്ത് സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്ന് പറയുന്നത്. ന്യൂ സെലക്ഷൻ, ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഈ മൂന്നും എന്താണ് ക്വിക്ക് സെലക്ഷൻ ടൂളിന്റെ സെറ്റിംഗ്സിൽ വരുന്നതാണ്. ഇനി ഫോർത്ത് വൺ വന്നിട്ടുള്ള സെലക്ഷൻ ആണ് ബ്രഷ് ടിപ്പ് കൺട്രോൾ ചെയ്യാനുള്ള. അതായത് ബ്രഷ് ടിപ്പ് കൺട്രോൾ ചെയ്യാനുള്ള ഇതിനകത്ത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ജസ്റ്റ് ഞാൻ സൈസിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ടൂൾസിൽ ബ്രഷ് ടൂൾ വരുന്നുണ്ട്. ആ ബ്രഷ് ടൂളിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരാം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ ഇവിടെ വിടുന്നത്. പക്ഷേ ബ്രഷ് ടൂളിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമ്മൾ ബ്രഷ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊരു സെലക്ഷൻ ടൂൾ ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഡീപ്പ് ആയിട്ടുള്ള സെറ്റിംഗ്സിലേക്ക് ഒന്നും പോകാത്തത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ബ്രഷ് ടൂൾ ആണ് അല്ലെ, ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞ ഒരു ബ്രഷ് ടൂൾ പോലെയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് അതിന്റെ ബ്രഷിന്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് ബ്രഷിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ദെൻ അതുപോലെ തന്നെയാണ് നമുക്ക് മുകളിൽ ഓപ്ഷൻ ബാറിൽ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞാൽ ബ്രഷിന്റെ സൈസ് ആണ്, റേഡിയസ് ആണ്. ഓക്കെ, ബ്രഷിന്റെ സൈസ് അല്ലെങ്കിൽ ആ ഒരു സർക്കിൾ ഷേപ്പിന്റെ റേഡിയസ് ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, സൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചതുണ്ടോ, ബ്രഷിന്റെ ടിപ്പ് വളരെ ആ സർക്കുലർ ഷേപ്പിന്റെ റേഡിയസ്, ബ്രഷിന്റെ റേഡിയസ് എന്തായി, വളരെ ആയിട്ട് ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, ബ്രഷിന്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ സെലക്ഷൻ ടൂളിന്റെ ക്വിക്ക് സെലക്ഷൻ ടൂളിന്റെ സെറ്റിംഗ്സ് വരുന്നത്. ദെൻ ഇതിനകത്ത് വരുന്ന ഈ ഓട്ടോ എൻഹാൻസ് അതുപോലെ തന്നെ സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ആൻഡ് മാസ്ക് എല്ലാം നമുക്ക് അഡ്വാൻസ്ഡ് സിലബസിലാണ് വരുന്നത്. നമുക്കിതൊരു ബിഗിനേഴ്സ് സിലബസ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ടൂളുകളൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് സിലബസിൽ ഇതിനകത്ത് അഡ്വാൻസ് സെറ്റിംഗ്സ് എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇത്രയാണ് ക്വിക്ക് സെലക്ഷൻ ടൂളിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് എന്ത്, മാജിക് വാൻ ടൂൾ. ഓക്കെ, മാജിക് വാൻ ടൂൾ മീൻസ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാൻ ടൂളും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. അതായത് രണ്ടും എന്താണോ സിമിലറി കളറുടെ ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഒരു ക്വിക്ക് സെലക്ഷൻ ടൂൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, അതൊരു ബ്രഷ് ടൂൾ ആണ് അല്ലെ, നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് നമ്മളിവിടെ ഈ ഒരു മാജിക് വാൻ ടൂളിന്റെ ആ ഒരു സെറ്റിംഗ്സിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതായത് ഒരു ബ്രഷ് ടൂൾ അല്ലാതെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു ഏരിയ ഒറ്റയടിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ കളറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കളറുള്ള ഏരിയ ഒറ്റയടിക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. ക്വിക്ക് സെലക്ഷൻ ടൂൾ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡ്രാഗ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ എഡ്ജസ് ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻസ് വരുന്നത്. സിമിലറി കളേർഡ് പിക്സൽ ആണ് സെലക്ട് ആണെങ്കിൽ പോലും, പക്ഷേ അതൊരു എഡ്ജസ് ബേസ് ചെയ്തിട്ടല്ലേ സെലക്ഷൻസ് വരുന്നത്. നമ്മളിവിടെ മാജിക് വാൻ ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. ആ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ടൂൾ പോലെ ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു കളറിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സിമിലറി കളറുടെ ഏരിയ ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ സെലക്ട് ആയി കിട്ടും. അതാണ് എന്ത്, മാജിക് വാൻ ടൂൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, നമുക്ക് ഈ മാജിക് വാൻ ടൂൾ സെറ്റിംഗ്സിൽ ഒന്ന് പഠിക്കാനുള്ളത് ടോളറൻസ് ആണ്. ടോളറൻസ് മീൻസ് ഞാനിപ്പം ഇതിന്റെ ടോളറൻസ് വാല്യൂ എത്രയാണ് കിടക്കുന്നത്, 32 ആണ് കിടക്കുന്നത് അല്ലെ. ഞാൻ ഇതിന്റെ ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത് 100 ഇടുവാണ്. 100 എൻ്റർ. ദെൻ ഞാനിവിടെ ഈ ഒരു കളർ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക കേട്ടോ, ഇതുണ്ടോ. പക്ഷെ ഞാൻ ആദ്യമേ ഈ ടോളറൻസ് വാല്യൂ 32 കിടന്നപ്പം ഈ ഒരു യെല്ലോ കളർ ക്ലിക്ക് ചെയ്തപ്പോൾ ഗ്രീനിഷ് യെല്ലോ കളറാണ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമല്ലേ സെലക്ട് ആയിട്ട് വന്നിരുന്നുള്ളൂ. പക്ഷേ ഈ ടോളറൻസ് വാല്യൂ കൂട്ടിയിട്ടപ്പോൾ എന്താ സംഭവിച്ചേ, ആ നമ്മൾ പിക്ക് ചെയ്യുന്ന കളറുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന എല്ലാ കളറുകളുള്ള ഏരിയയും അവിടെ എന്തായിട്ടുണ്ട്, സെലക്ട് ആയി വന്നിട്ടുണ്ട്. എപ്പോൾ, ടോളറൻസ് വാല്യൂ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കളറുകളുടെ ഡെപ്ത് അനുസരിച്ച് എന്ത് ചെയ്യുക,
നിങ്ങൾ ടോളറൻസ് വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതായത് ഇതിനൊന്നും ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല. നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ കിട്ടുന്ന ഇമേജിനകത്തുള്ള കളർ കോമ്പിനേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ ടോളറൻസ് വാല്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ടോളറൻസ് എന്താണെന്ന് ഞാനിപ്പം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അതായത് അതിന്റെ കളർ റേഞ്ച് ആണ്. അതായത് നമ്മൾ ടോളറൻസ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ പിക്ക് ചെയ്യുന്ന കളറിന്റെ റേഞ്ച് ആണ്. അതായത് ഈ ഒരു കളറുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറെ പല കളേഴ്സും കാണും. ഓക്കെ, അപ്പൊ ഈ ടോളറൻസ് വാല്യൂ കൂട്ടിയിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ കളറിനെ പിക്ക് ചെയ്യുമ്പോൾ ആ കളറുമായിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള കളറുകൾ ഉണ്ടെങ്കിൽ അതിലും കയറി സെലക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് ടോളറൻസ് വാല്യൂ കൂട്ടിയിട്ട് കഴിയുമ്പോൾ. ഓക്കെ, സോ എന്ത് ചെയ്യുക, ടോളറൻസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചിടുക. ഞാനൊരു 50 ഇട്ടു. 50 ഇട്ട് ഞാൻ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയേ വീണ്ടും അത് സെലക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ 50 എന്നുള്ളൊരു 30 ഇട്ടു. ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സെലക്ഷൻ അതിന് ആ ഒരു പർട്ടിക്കുലർ കളറിൽ മാത്രമേ സെലക്ഷൻ വന്നിട്ടുള്ളൂ. സോ ഇതാണ് എന്ത് ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ കളർ റേഞ്ച് എന്ന് പറയുന്നത് 0 to 255 വരെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ്, 0 മീൻസ് ആ ഒരു പർട്ടിക്കുലർ കളർ പിക്സിൽ മാത്രമേ ഇവിടെ ഇതുണ്ടോ ചെറിയൊരു വേരിയേഷൻ ഉള്ള കളർ പിക്സിൽ പോലും അവിടെ സെലക്ട് ആവില്ല. അതാണ് എന്ത് നമ്മൾ ടോളറൻസ് വാല്യൂ 0 ഇട്ട് കഴിയുമ്പോൾ വരുന്ന ഒരു കാര്യം. ദെൻ ഞാൻ ഇതിന്റെ കളർ 255 വരെ കൊടുക്കാം. മാക്സിമം എത്രയാണ് വാല്യൂ, 255 വരെയാണ് ഇതിന്റെ കളർ വാല്യൂ കിടക്കുന്നത്. 255 ഇട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി ഇതുണ്ടോ, ഇപ്പൊ ഈ ഒരു ഗ്രീൻ ഇതൊക്കെ എന്താണ്, ഇതുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി, ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ്. ഓക്കെ, സോ ഇതുവരെ ഗ്രീൻ ആണ്. ദെൻ ഇവിടെ വൈറ്റ് വന്നിട്ടുണ്ട്, പ്യൂർ ബ്ലാക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇത് സെലക്ട് ആകാത്തത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളെ മാജിക് വാൻഡ് ടൂൾ ആൻഡ് ക്വിക്ക് സെലക്ഷൻ ടൂളിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനി ക്വിക്ക് സെലക്ഷൻ ടൂൾ ആൻഡ് മാജിക് വാൻഡ് ടൂളിൽ നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ഇമേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇമേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ടൂളും നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം. സോ എന്നാൽ മാത്രമേ നമുക്ക് ആ ടൂൾസ് നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിനി അഡ്വാൻസ് സിലബസിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ എന്താ പറയുക, ഒരു ഇമേജിൽ നിന്ന് തന്നെ ഒരു ഏരിയ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മാത്രമേ നമ്മൾ അഡ്വാൻസ് സിലബസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടൂളുകളെല്ലാം യൂസ് ചെയ്ത് ഞാൻ പറയുന്ന വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് ആ ടൂൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളത് മാക്സിമം നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കി നിങ്ങൾ ആ ടൂളുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് സിലബസിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വർക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാൻഡ് ടൂളും വെച്ചിട്ട് അന്നേരം എക്സസൈസ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ടൂളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.